നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഗൾഫ് മേഖലയിലേക്ക് വീണ്ടും ആക്രമണം തുടങ്ങി ഇറാൻ. UAE, ഒമാൻ എന്നിവിടങ്ങളിലെ എണ്ണ ഫാക്ടറികൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം. 3 ഇന്ത്യക്കാർക്ക് പരിക്ക്. 15 മിസൈലുകളും 3 ഡ്രോണുകളും പ്രതിരോധിച്ചുവെന്ന് UAE. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു. ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണം കടുപ്പിച്ച് ഇറാൻ. കടലിടുക്കിൽ ഇറാന്റെ 7 ബോട്ടുകളെ ആക്രമിച്ചുവെന്ന് ട്രംപ്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസ് പരസ്യ ചർച്ചകൾ. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനമെന്ന സൂചന നൽകി VD സതീശൻ. MLA-മാരുടെ പിന്തുണ ഉയർത്തിക്കാട്ടി KC പക്ഷം. സീനിയോറിറ്റിക്ക് മുൻഗണന നൽകണമെന്ന് രമേശ് ചെന്നിത്തല. ഘടകകക്ഷികളുമായി നാളെ ചർച്ച. ഡൽഹിയിലും കണ്ണൂരിലും കൊല്ലത്തും KC വേണുഗോപാലിനായി ഫ്ലക്സുകൾ. കോട്ടയത്ത് KCയുടെ ഫ്ലക്സിൽ കരിയോയിലൊഴിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിക്കാൻ CPM CPI നേതൃയോഗങ്ങൾ നാളെ. പിണറായിക്കെതിരെയും MV ഗോവിന്ദനെതിരെയും കണ്ണൂരിൽ പോസ്റ്റർ. പ്രതിപക്ഷ നേതാവിനെ നാളെ പ്രഖ്യാപിക്കും. പിണറായി വിജയൻ ഇല്ലെങ്കിൽ KN ബാലഗോപാലിന് സാധ്യത. കനത്ത പരാജയത്തിൽ CPM-നെതിരെ രൂക്ഷ വിമർശനമുയർത്തി CPI മുഖപത്രം. ബംഗാളിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന് BJP. 9-ന് സത്യപ്രതിജ്ഞയെന്ന സൂചന. മമതയെ ഭവാനിപ്പൂരിൽ പരാജയപ്പെടുത്തിയ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി പദം രാജിവെക്കില്ലെന്നും ധാർമ്മിക വിജയം TMC-ക്കെന്നും മമത. ബംഗാളിലും അസമിലും BJP-ക്കെതിരെ വോട്ട് ചോരി ആരോപണവുമായി മമതയും രാഹുൽ ഗാന്ധിയും. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി പദത്തിലേക്ക്. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന് TVK. MLA-മാരോട് ചെന്നൈയിൽ തുടരാൻ നിർദ്ദേശം. സർക്കാരുണ്ടാക്കാൻ കോൺഗ്രസിന്റെ പിന്തുണ തേടി. KC വേണുഗോപാലിന് കത്തയച്ച് വിജയ്. നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും നന്ദി അറിയിച്ചു. താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി US നാവികസേന ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം എന്ന ദൗത്യമാണ് സംഘർഷം മൂർച്ഛിക്കാൻ കാരണമായത്. UAE-യിലെ എണ്ണ തുറമുഖങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതോടെ മേഖലയിലെ സമാധാന ശ്രമങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സൈന്യം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലും മേഖലയിലെ വെടിനിർത്തൽ അവസാനിച്ചിട്ടില്ലെന്നാണ് അമേരിക്കയുടെ പക്ഷം. ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ ബന്ദികളാക്കി പണം തട്ടാനുള്ള ശ്രമമാണെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്ത് കുറ്റപ്പെടുത്തി. This is more than strategy, it's also humanitarian. By breaking Iran's illegal stranglehold, we're protecting the lives and livelihoods of sailors from dozens of countries, securing global energy routes, and preventing shortages that hit the world's poorest people the hardest. Once again, America is using its strength to lift up others. Iran is trying to subjugate the world. ഹോർമൂസ് മേഖലയിലുണ്ടായ വെടിവെപ്പിൽ ഇറാന്റെ 6 പെട്രോൾ ബോട്ടുകളും നിരവധി മിസൈലുകളും തകർത്തതായി അമേരിക്ക ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ചരക്കു കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പ്രൊജക്ട് ഫ്രീഡം എന്ന സൈനിക നീക്കത്തിന് തൊട്ടു പിന്നാലെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇറാന്റെ ഭാഗത്തു നിന്ന് കടുത്ത പ്രത്യാക്രമണമാണ് ഉണ്ടാകുന്നത്. UAE-യിലെ ഫുജൈറ, ഖോർഫക്കാൻ തുറമുഖങ്ങളെ ലക്ഷ്യം വെച്ച് ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇതോടെ മേഖലയിലെ ചരക്ക് നീക്കം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് വഴി ഇനി കപ്പലുകൾ കടത്തിവിടില്ലെന്ന നിലപാടിലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ്. ഒപ്പം UAE-യുടെ തീരപ്രദേശങ്ങളുടെ വലിയൊരു ഭാഗം തങ്ങളുടെ നിയന്ത്രണ പരിധിയിലാണെന്ന് വ്യക്തമാക്കുന്ന പുതിയ ഭൂപടവും ഇറാൻ പുറത്തുവിട്ടു. നിലവിൽ 1500-ലധികം വാണിജ്യ കപ്പലുകളും 22,000-ലധികം നാവികരും ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അമേരിക്കൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു. കടലിടുക്കിൽ അമേരിക്ക തീർത്ത പ്രതിരോധ കവചം ഭേദിക്കാൻ ആർക്കും കഴിയില്ലെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്ത് അവകാശപ്പെടുമ്പോഴും വെടിനിർത്തൽ കരാർ അമേരിക്ക ലംഘിച്ചുവെന്നാണ് ഇറാന്റെ ആരോപണം. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ ഇതോടെ അനിശ്ചിതത്വത്തിലായി. ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കപ്പെടാത്തതാണ് പ്രതിസന്ധി സങ്കീർണമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇന്നലെ ഇറാൻ ആക്രമണ ശ്രമം ഉണ്ടായതിനെ തുടർന്ന് UAE-യിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു. മെയ് 8 വരെ വിദൂര പഠന രീതിയിലേക്ക് മാറാൻ സ്കൂളുകൾക്കും കോളേജുകൾക്കും വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഓരോ ദിവസത്തെയും ടൈം ടേബിൾ അനുസരിച്ചാകും സ്കൂളുകളുടെ ഓൺലൈൻ ക്ലാസുകൾ നടക്കുക. സാഹചര്യം വിലയിരുത്തിയാകും നേരിട്ടുള്ള പഠന രീതിയിലേക്ക് മടങ്ങുന്ന കാര്യം തീരുമാനിക്കുക എന്നും മന്ത്രാലയം അറിയിച്ചു. UAE-യിലെ ഫുജൈറയിൽ ഇറാൻ നടത്തിയ ആക്രമണ ശ്രമത്തെ തുടർന്ന് 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിരുന്നു.
ഇന്ത്യയിൽ നിന്നും കുവൈറ്റിലേക്കുള്ള ഇന്ത്യൻ വിമാന കമ്പനികളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തി. ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം സെക്രട്ടറി സമീർ കുമാർ സിൻഹ, കുവൈറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് ഹമൌദ് മുബാറക് ഹമൌദ് അൽ സബാഹ് എന്നിവർ തമ്മിലാണ് ഓൺലൈൻ വഴിയാണ് ചർച്ച നടത്തിയത്. ഇന്ത്യൻ വിമാന കമ്പനികളുടെ നിലവിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും കുവൈറ്റിൽ നിന്നുള്ള ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസുകൾ എത്രയും വേഗം പുനരാരംഭിക്കുന്നതിനും യോഗത്തിൽ ചർച്ചയായി. നിലവിൽ കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുവൈറ്റ് ദേശീയ വിമാന കമ്പനികൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇതുകൊണ്ട് തന്നെ കേരളത്തിലേക്കുൾപ്പെടെ വൻ നിരക്ക് നൽകിയാണ് പലരും യാത്ര ചെയ്യുന്നത്. നിലവിലെ അവസ്ഥ തുടരുകയാണെങ്കിൽ മധ്യവേനൽ അവധി ആരംഭിക്കുന്നതോടെ ടിക്കറ്റ് നിരക്കിൽ വീണ്ടും വൻ വർധനവ് ഉണ്ടാകുമെന്നാണ് ആശങ്ക. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നടപടികളിലേക്ക് AICC നേതൃത്വം കടന്നു. ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കാനായി കേന്ദ്ര നിരീക്ഷകരെ കോൺഗ്രസ് നേതൃത്വം ഉടൻ പ്രഖ്യാപിക്കും. നിരീക്ഷകരെ ചുമതലപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. മുഖ്യമന്ത്രി പദം ലഭിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് VD സതീശൻ നൽകുന്ന സൂചനകൾ. ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ ഉയർത്തിക്കാട്ടി KC പക്ഷവും രംഗത്തുണ്ട്. എന്നാൽ സീനിയോറിറ്റിക്കാണ് മുൻഗണന നൽകേണ്ടത് എന്ന വാദം രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വയ്ക്കുന്നു. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഘടകകക്ഷികളുമായി നാളെ ചർച്ചയുണ്ടായേക്കും. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിലും UDF സഖ്യത്തിലും വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്ന് ഡൽഹിയിലെത്തിയ KC വേണുഗോപാൽ പറഞ്ഞു. KC വേണുഗോപാലിന് ഡൽഹി വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വൻ സ്വീകരണമാണ് നൽകിയത്. People of Kerala has given a full faith in Congress party and UDF alliance. They are having full faith in Rahul Gandhi and Mallikarjun Kharge's leadership. So party will take 10 years of LDF government has created so many difficulties to the people. People are fed up with that government. That is why they choose Kerala. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലക്സുകൾ. ഡൽഹിയിലും കേരളത്തിലെ വിവിധ ജില്ലകളിലുമാണ് ഫ്ലക്സുകൾ ഉയർന്നത്. അതേസമയം ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ ആർക്കും താൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി ദില്ലിയിൽ നിർണായക യോഗം നടക്കാനിരിക്കെയാണ് KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലക്സുകൾ ഉയർന്നത്. സംസ്ഥാനത്ത് കൊല്ലത്തും കോട്ടയത്തും കണ്ണൂരിലുമാണ് ഫ്ലക്സുകൾ ഉയർന്നത്. കൊല്ലം DCC ഓഫീസിന് മുൻവശത്തും കളക്ടറേറ്റ് പരിസരത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് ബോർഡ്. നയിച്ചവൻ ജനനായകൻ എന്ന പേരിലാണ് ഫ്ലെക്സ്. കണ്ണൂരിലും KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലെക്സ് ഉയർന്നു. റിയൽ ലീഡർ എന്ന വിശേഷണവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് ഫ്ലെക്സ്. കോട്ടയത്തുയർന്ന KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗവും ഉണ്ടായി. കോട്ടയം ഗാന്ധി സ്ക്വയറിലെ ഫ്ലെക്സിലാണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. KCക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇന്നലെ രാത്രിയിൽ വെച്ച ഫ്ലെക്സിലാണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. വിജയശില്പി KC വേണുഗോപാലിന് അഭിവാദ്യം എന്നാണ് ഫ്ലെക്സിൽ എഴുതിയിരുന്നത്. ബോർഡിൽ KC വേണുഗോപാലിന്റെ ചിത്രത്തിന്റെ മുഖത്താണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. KCയെ ഉയർത്തിക്കാട്ടി ഡൽഹിയിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഡൽഹി കേരള ഹൗസിന് മുമ്പിലാണ് KCയെ നായകനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം തനിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അല്ല, എനിക്ക് വേണ്ടി ഒന്നും വരാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ KN ബാലഗോപാലിനാണ് സാധ്യത. ഇന്ന് തലസ്ഥാനത്തെത്തിയ മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് AKG സെന്ററിന്റെ വാഹനത്തിലാണ് ക്ലിഫ് ഹൗസിലും പാർട്ടി ഓഫീസിലേക്കുമൊക്കെ യാത്ര ചെയ്തത്. ഔദ്യോഗിക വസതി ഉടൻ ഒഴിഞ്ഞ് ചിന്താ ഫ്ളാറ്റിലേക്ക് അദ്ദേഹം താമസം മാറും. നിലംപരിശായ ഇടതുമുന്നണി പ്രതിപക്ഷത്ത് വരുമ്പോൾ ആരാകും നയിക്കുക എന്ന ചർച്ചകളിലേക്കാണ് കടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ച നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യം ഉയരുന്നെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. സീനിയോറിറ്റി പ്രകാരം KN ബാലഗോപാലിനാണ് സാധ്യത കൽപ്പിക്കുന്നത്. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും സമരങ്ങളെ നയിച്ച പ്രവർത്തന പാരമ്പര്യവും സംഘടനാ പാഠവും കണക്കിലെടുത്ത് KN ബാലഗോപാലിന് പ്രതിപക്ഷ നേതാവായി വിജയിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. കണ്ണൂർ ലോബിയാണ് പാർട്ടിയെ ഭരിക്കുന്നത് എന്ന ആക്ഷേപത്തിനും കൊല്ലം ജില്ലക്കാരനായ ബാലഗോപാലിലൂടെ മറുപടി നൽകാനാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തലസ്ഥാനത്തെത്തിയപ്പോഴേക്കും ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചിരുന്നു. വിമാനത്താവളത്തിൽ V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ സ്വീകരിക്കാനെത്തി. AK സെന്ററിലെ വാഹനത്തിലാണ് ക്ലിഫ് ഹൗസിലേക്ക് പോയത്. തുടർന്ന് AK സെന്ററിലെത്തി MV ഗോവിന്ദനുമായി ചർച്ച നടത്തി. ഉടൻ തന്നെ ക്ലിഫ് ഹൗസ് ഒഴിയുന്ന പിണറായി വിജയൻ ചിന്താ ഫ്ളാറ്റിലേക്ക് മാറും.
3A നമ്പർ ഫ്ളാറ്റാണ് അദ്ദേഹത്തിനായി അനുവദിച്ചിരിക്കുന്നത്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലുണ്ടാകും. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തേക്കും. ഇടതുമുന്നണി യോഗം ചേർന്ന് പ്രഖ്യാപനം നടത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം കാത്തിരിക്കുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അതിനുശേഷം ലീഗ് ചർച്ച ചെയ്യും. ഘടകകക്ഷി ചർച്ചകൾ വൈകില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതറിയില്ല. അത് മുന്നണിയെ നയിക്കുന്ന കക്ഷി കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് ആണ് ആദ്യം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഞങ്ങൾ ആ ഇനീഷ്യേറ്റീവ് കാത്തിരിക്കുകയാണ്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് നൗ തങ്ങളുമായിട്ട് അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലവ് ഞങ്ങളുടെ കൂടി സംസാരിച്ചു. അവരുടെ ഇനീഷ്യേറ്റീവ്, കോൺഗ്രസിൻ്റെ ഇനീഷ്യേറ്റീവും ബാക്കി കാര്യങ്ങളും കാത്തിരിക്കുകയാണ് ഞങ്ങൾ. കോഴിക്കോട് UDF നേടിയ മുന്നേറ്റം കോൺഗ്രസിന് നൽകുന്നത് വൻ നേട്ടം കൂടിയാണ്. 2 പതിറ്റാണ്ടായി ഒരു MLA പോലും ഇല്ലാതിരുന്ന കോഴിക്കോട് ഇത്തവണ 5 കോൺഗ്രസ് MLAമാരാണ് വിജയിച്ചു വന്നത്. 2001 ഏറ്റവും ഒടുവിലായി കോഴിക്കോട് കോൺഗ്രസ് MLAമാർ വിജയിച്ചത്. 20 വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ 5 MLAമാരിലൂടെ കോഴിക്കോട് കോൺഗ്രസിന്റെ മാസ് എൻട്രി. 2001 ഏറ്റവും അവസാനമായി കോൺഗ്രസിന്റെ MLA കോഴിക്കോട് നിന്നും നിയമസഭയിലെത്തിയത്. അന്ന് കോഴിക്കോട് 1 നിന്നും A സുജനപാലും കൊയിലാണ്ടിയിൽ നിന്നും P ശങ്കരനുമായിരുന്നു അവസാനമായി വിജയിച്ചത്. പിന്നീട് അധികാരം കിട്ടിയ തിരഞ്ഞെടുപ്പിൽ പോലും കോഴിക്കോട് നിന്നും ഒരു കോൺഗ്രസ് MLAക്കും സഭയിലെത്താൻ കഴിയാതെ പോയത് കോൺഗ്രസിനേറ്റ തിരിച്ചടിയായിരുന്നു. 2 പതിറ്റാണ്ട് നീണ്ട ആ നിരാശയാണ് ഇത്തവണ 5 MLAമാരിലൂടെ ജില്ല തീർത്തിരിക്കുന്നത്. കോൺഗ്രസിന് 25 കൊല്ലമായി ജില്ലയിൽ നിന്ന് MLA ഇല്ല. ഞാൻ പറഞ്ഞു ഇത്തവണ MLA അല്ല MLAമാർ ഉണ്ടാവുക. ദയവസായിച്ച് അതും പാലിക്കപ്പെടാൻ പോകുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് K ജയന്ത്, വിദ്യാ ബാലകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KM അഭിജിത്ത്, KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് എന്നിവരാണ് ജില്ലയുടെ അഭിമാനമുയർത്തിയത്. 2 കോൺഗ്രസ് MLAമാർ ഇത്തവണ ജില്ലയിൽ നിന്നുണ്ടാകുമെന്ന ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ടായിരുന്നു. എന്നാൽ മത്സരിച്ചവരെല്ലാം വിജയിച്ചു കയറിയത് അപ്രതീക്ഷിത നേട്ടമായി. നീണ്ട വർഷങ്ങൾക്ക് ശേഷം വിദ്യാ ബാലകൃഷ്ണനിലൂടെ ജില്ലയിൽ വനിതാ MLA കൂടി ഉണ്ടായെന്ന പ്രത്യേകത കൂടി ഇത്തവണയായി. കോഴിക്കോട് ജില്ലയിൽ ഒരു വനിത മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. ആ വനിതയെ കേരളത്തിലെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ എലത്തൂരിലെ ജനം ഏറ്റെടുത്തു. ആകെ മൊത്തം അപ്രതീക്ഷിത ചരിത്ര നേട്ടത്തിനാണ് കോൺഗ്രസ് ജില്ലയിൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിച്ച് കുവൈറ്റിലെ വിവിധ പ്രവാസി സംഘടനകൾ. രാജ്യത്ത് നിലവിൽ പൊതുപരിപാടികൾക്ക് കർശന നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ പരിമിതികൾക്കുള്ളിൽ നിന്നായിരുന്നു UDF BJP അനുകൂല സംഘടനകൾ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. UDF 102 സീറ്റ് നേടി വമ്പിച്ച വിജയത്തിൽ കുവൈറ്റ് OICC നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫർവാനിയ ഷെഫ് നൌഷാദ് ഹോട്ടലിൽ വെച്ച് കേക്ക് മുറിച്ച് മധുരം വിതരണം ചെയ്ത് ആഘോഷിച്ചു. നാഷണൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് BS പിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാഷണൽ പ്രസിഡന്റ് സാമുവൽ കാട്ടൂർ കളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. KMCC പ്രസിഡന്റ് സയ്യദ് നാസർ മഷൂർ തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തി. 100-ൽ പരം പ്രവർത്തകർ ആഘോഷത്തിൽ പങ്കെടുത്തു. ഞങ്ങളും കേൾക്കുന്നുണ്ട്, നാട്ടിലെ മുഖ്യമന്ത്രികളുടെ പേരുകൾ പലതും കേൾക്കുന്നുണ്ട്. പക്ഷേ ACC ഹൈക്കമാൻഡ് എന്ത് പറയുന്നു അതായിരിക്കും നമ്മളുടെ അവസാന വാക്ക്. അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ACC ആണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനത്തെ ഞങ്ങൾ എല്ലാ തരത്തിലും സ്വാഗതം ചെയ്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP നേടിയ ഉജ്ജ്വല വിജയത്തിൻ്റെ സന്തോഷം ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ മധുരം വിതരണം ചെയ്ത് വിജയാഘോഷം സംഘടിപ്പിച്ചു. സാൽമിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് സുധീർ V. മേനോൻ, ജനറൽ സെക്രട്ടറി ഹരി ബാലരാമപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിൻ്റെ വികസന കുതിപ്പിന് ലഭിച്ച അംഗീകാരമാണ് ഇതെന്ന് BPP നേതൃത്വം പറഞ്ഞു. അനിൽ K. നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. UDF നേടിയ മിന്നും വിജയം സാധാരണ രാഷ്ട്രീയ വിജയം മാത്രമല്ല, പ്രവാസികളെ പാടെ അവഗണിച്ച ഭരണകൂടത്തിനെതിരെ ശക്തമായ സന്ദേശമാണെന്ന് ജിദ്ദ മലപ്പുറം ജില്ലാ UDF ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട് കുടുംബങ്ങളെയും നാടിനെയും താങ്ങി നിർത്തുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ട പരിഗണന നൽകാതെ വന്നതിൽ ജനങ്ങൾ രേഖപ്പെടുത്തിയ പ്രതിഷേധം കൂടിയാണ് ഈ വിധിയെഴുത്തെന്ന് ജിദ്ദ UDF ഭാരവാഹികൾ
വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് ജിദ്ദ UDF കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. UDF പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ പ്രവാസികളുടെ ക്ഷേമം മുൻനിർത്തിയായിരിക്കും UDF ഭരിക്കുക എന്ന നല്ല പ്രതീക്ഷയുണ്ടെന്നും UDF ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ വിജയം പ്രവാസികൾ ആഗ്രഹിച്ചതാണ്. പ്രവാസി സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇനി വരുന്ന ഈ സർക്കാരിന് കഴിയുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ UDF ചെയർമാൻ അസീസ് ലാക്കൽ, കൺവീനർ ഇസ്മായിൽ മുണ്ടപ്പറമ്പ്, ഭാരവാഹികളായ ഫൈസൽ മക്കരപ്പറമ്പ്, നാണി ഹിസാഖ്, അഷ്റഫ് മുല്ലപ്പള്ളി, UM ഹുസൈൻ മലപ്പുറം എന്നിവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിൽ UDF നേടിയ മിന്നും വിജയത്തിൽ ജിദ്ദ മലപ്പുറം UDF ജിദ്ദയിൽ മുദ്രാവാക്യം വിളിച്ചും പാട്ടുപാടിയും വിപുലമായ രീതിയിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. പരിപാടിയിൽ പായസ വിതരണവും ലഡു വിതരണവും നടന്നു. സുൽഫിഖ്റദായ്, അമൃത ന്യൂസ്, ജിദ്ദ. റോഡ് സുരക്ഷാ ക്യാമ്പയിനുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കും എന്ന പ്രമേയത്തിലാണ് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. കാൽനട യാത്രക്കാരുടെയും വാഹനം ഓടിക്കുന്നവരുടെയും സുരക്ഷ മുൻനിർത്തിയുള്ള നിരവധി പ്രചരണ ബോധവൽക്കരണ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ക്യാമ്പയിന്റെ ഭാഗമായി മെട്രോ, ബസ് യാത്രക്കാർക്ക് നിർദ്ദേശങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റുകളും റിഫ്ലക്റ്റീവ് തൊപ്പികളും വിതരണം ചെയ്യും. നിയമവിരുദ്ധമായി റോഡ് മുറിച്ചു കടന്നാലുള്ള 400 ദിർഹം പിഴയെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന മികച്ച ഡ്രൈവർമാരെയും സൈക്കിൾ യാത്രക്കാരെയും ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ആദരിക്കും. മെയ് 8 ക്യാമ്പയിൻ സമാപിക്കും. സൗദിയിൽ നിന്നുള്ള ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർ 3 പ്രധാന വാക്സിനുകൾ എടുക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മെനിങ്കോകോക്കൽ, COVID-19, സീസണൽ ഇൻഫ്ലുവൻസ എന്നിവയ്ക്കുള്ള വാക്സിനുകളാണ് ഈ വർഷത്തെ പട്ടികയിലുള്ളത്. തിരക്ക് ഒഴിവാക്കാനും രോഗവ്യാപനം തടയാനും ലക്ഷ്യമിട്ടുള്ള ഈ പ്രതിരോധ നടപടികൾക്കായി സിഹത്തി ആപ്പ് വഴി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം. ഹജ്ജ് സീസൺ തുടങ്ങുന്നതിന് കുറഞ്ഞത് 10 ദിവസം മുൻപെങ്കിലും വാക്സിനേഷൻ പൂർത്തിയാക്കിയിരിക്കണം. നിലവിൽ വാക്സിൻ എടുക്കാനുള്ള സമയപരിധി ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള വാക്സിനേഷൻ ക്ലിനിക്കുകൾ വഴി ഈ സേവനം ലഭ്യമാണ്. ബംഗാളിൽ പുതിയ BJP സർക്കാർ മെയ് 9 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മമതാ ബാനർജിയെ ഭവാനിപൂരിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് സാധ്യത കൂടുതൽ. അതേസമയം BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ജനവിധി അട്ടിമറിച്ചതായി ആരോപിച്ച മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നും വ്യക്തമാക്കി. 206 സീറ്റുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ബംഗാളിൽ ചരിത്രത്തിലാദ്യമായി ഭരണം പിടിച്ച BJP ഇതിനോടകം സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ മെയ് 9 BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് റിപ്പോർട്ട്. മുൻപ് നന്ദിഗ്രാമിലും ഇത്തവണ ഭവാനിപൂരിലും മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ബംഗാളിൽ നിന്ന് അഴിമതി തുടച്ചു നീക്കുമെന്നും പ്രകടന പത്രികയിൽ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും BJP പാലിക്കുമെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. श्यामा प्रसाद जी का धरती में वो काम हम लोग करेगा और हमारी जो मैनिफेस्टो में ऑनरेबल होम मिनिस्टर अमित शाह जी ने डिक्लेयर किया था और बार बार प्रधानमंत्री मोदी जी ने गारंटी दिया है वो काम हम लोग करेगा. 7 दिन के अंदर पूरा करेगा, 6 महीने के अंदर पूरा करेगा. ഭവാനിപൂർ ഉൾപ്പെടെ ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് മമതാ ബാനർജി. തിരഞ്ഞെടുപ്പ് നടപടികളിൽ ക്രമക്കേട് നടന്നെന്നും BJPയും കമ്മീഷനും ചേർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് കൊള്ളയടിച്ചെന്നുമാണ് മമതയുടെ ആരോപണം. കേരളത്തിൽ വിജയം നേടിയെങ്കിലും ബംഗാളിലും അസമിലും വോട്ട് ചോരി ആരോപണവുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിട്ടുണ്ട്. അസമിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാനാകാതെ 19 സീറ്റിലേക്ക് ഒതുങ്ങിയതോടെയാണ് രാഹുലിന്റെ ആരോപണം. അസമിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് BJP 3ാം തവണയും അധികാരമുറപ്പിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാട്ടിലെ ഗംഭീര വിജയത്തിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് TVK. 2 ദിവസത്തിനകം MLAമാരുടെ യോഗം ചേരും. വിജയിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. TVK DMK സഖ്യകക്ഷികളുടെ പിന്തുണ തേടും.
തമിഴ്നാട് രാഷ്ട്രീയത്തിൽ 5 പതിറ്റാണ്ടായി നിലനിന്നിരുന്ന ദ്രാവിഡ രാഷ്ട്രീയ സമവാക്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് കന്നിയംഗത്തിൽ വിജയുടെ തമിഴക വെട്രിക്കഴകം ചരിത്ര വിജയം നേടിയത്. 234 മണ്ഡലങ്ങളിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ 107 സീറ്റുകൾ സ്വന്തമാക്കി ടിവിക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ടിവിക്ക് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ പിന്തുണ തേടുന്നതായാണ് വിവരം. ടിവിക്കയെ പിന്തുണയ്ക്കുന്നത് ആലോചിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ദില്ലിയിൽ ഇന്ന് നേതാക്കൾ കൂടിയാലോചന നടത്തും. ടിവിക്കയുടെ അതിശയകരമായ പ്രകടനത്തിന് ശേഷം രാഹുൽ ഗാന്ധിയും വിജയുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. ടിവിക്കയ്ക്ക് 107 സീറ്റുകളും കോൺഗ്രസിന് 5 സീറ്റുകളും ഉള്ളതിനാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിക്ക് ഭൂരിപക്ഷം തികയ്ക്കാൻ മറ്റ് പ്രാദേശിക കക്ഷികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും പിന്തുണ ആവശ്യമാണ്. അതേസമയം തമിഴ്നാട്ടിൽ എല്ലാ വഴികളും തേടുമെന്നാണ് BJPയുടെ നിലപാട്. വിജയുമായി BJP ചർച്ച നടത്തിയേക്കുമെന്നും അനൌദ്യോഗിക വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് കത്തെഴുതി സർക്കാർ രൂപീകരിക്കാൻ അനുമതി തേടിക്കഴിഞ്ഞു. ഗവർണർ 2 ദിവസത്തിനകം ചെന്നൈയിൽ എത്തിയേക്കും. 2 ആഴ്ചയ്ക്കുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്നാണ് വിജയ് അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കിഫ്ബി CEO സ്ഥാനം KM എബ്രഹാം രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. LDFിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ എബ്രഹാം കിഫ്ബി CEO സ്ഥാനം ഒഴിഞ്ഞത്. കിഫ്ബി അഡീഷണൽ CEO മിനി ആന്റണിക്കാണ് പുതിയ ചുമതല. കിഫ്ബി വഴിയുള്ള ഫണ്ടിന്റെ വകമാറ്റം സൂപ്പർ ചീഫ് സെക്രട്ടറി ചമയുന്നു. കിഫ്ബി കടമെടുത്തതുൾപ്പെടെയുള്ള പൊതുപണം തുടർഭരണം ഉറപ്പാക്കാനുള്ള പ്രചാരണത്തിനായി ചെലവിട്ടു. ഇതിന് കൂട്ടുനിന്നവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. കിഫ്ബി ചെയർമാനും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ KM എബ്രഹാമിനെതിരെ ഉയർന്നിരുന്ന ആരോപണങ്ങൾ നിരവധിയാണ്. ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ LDF തകർന്നടിഞ്ഞത്. ഇതോടെ KM എബ്രഹാം കിഫ്ബി ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDFന്റെ കിഫ്ബിയോടുള്ള സമീപനം എന്തായിരിക്കുമെന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. നിലവിൽ 1 ലക്ഷം കോടിയിൽ പരം രൂപയുടെ കിഫ്ബി പദ്ധതികളാണ് നടന്നുവരുന്നത്. ഇതിന്റെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ചും ആശങ്കകളുണ്ട്. കിഫ്ബി പദ്ധതികളെ സംബന്ധിച്ച് പുതിയ സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലയാള സിനിമാ സീരിയലുകളിൽ വില്ലൻ വേഷങ്ങളിലൂടെയും ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ നടൻ സന്തോഷ് കെ നായർ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ പത്തനംതിട്ട ഏനാത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം മൂലമായിരുന്നു അന്ത്യം. മലയാള സിനിമയിലെ കരുത്തുറ്റ പ്രതിനായകനും മികച്ച ഹാസ്യനടനുമായ സന്തോഷ് കെ നായർ ഇനി ഓർമ്മ. ഇന്ന് രാവിലെ 6:30 പത്തനംതിട്ട ഏനാത്ത് MC റോഡിൽ വെച്ചുണ്ടായ വാഹനാപകടമാണ് അദ്ദേഹത്തിന്റെ ജീവനെടുത്തത്. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്ന സന്തോഷും സുഹൃത്ത് രാജലക്ഷ്മിയും സഞ്ചരിച്ച കാർ നിയന്ത്രണം തെറ്റി എതിർദിശയിൽ വന്ന പാഴ്സൽ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിന് തൊട്ടു പിന്നാലെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് രാജലക്ഷ്മിയും ലോറി ഡ്രൈവറും ചികിത്സയിലാണ്. 1982 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് സന്തോഷ് വെള്ളിത്തിരയിലെത്തുന്നത്. 100-ലേറെ ചിത്രങ്ങളിൽ വേഷമിട്ട അദ്ദേഹം വില്ലൻ വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. എന്നാൽ കരിയറിന്റെ 2ാം പകുതിയിൽ ഹാസ്യവേഷങ്ങളിലൂടെയും അദ്ദേഹം പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. സൂപ്പർ താരം മോഹൻലാലിന്റെ കോളേജ് ജൂനിയർ കൂടിയാണ് സന്തോഷ്. MG കോളേജിലെ ആ സൗഹൃദം സിനിമാ ലോകത്തും അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. സൈജു കുറുപ്പ് നായകനായ മോഹിനിയാട്ടമാണ് സന്തോഷിന്റെ പുറത്തിറങ്ങിയ അവസാന ചിത്രം. അധ്യാപികയായ V ശുഭശ്രീയാണ് ഭാര്യ. മകൾ രാജശ്രീ നായർ. അപ്രതീക്ഷിതമായ ഈ വിയോഗം മലയാള സിനിമാ ലോകത്തിന് വലിയൊരു നഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. IPL ടീമായ രാജസ്ഥാൻ റോയൽസിന്റെ ഉടമസ്ഥാവകാശം കൈമാറുന്ന നടപടികളിൽ വൻ ക്രമക്കേട് നടന്നതായി ആരോപണം. ടീമിനെ സ്വന്തമാക്കാൻ 6 മാസമായി ചർച്ചകൾ നടത്തിയിരുന്ന കൽസുമാനിയുടെ നേതൃത്വത്തിലുള്ള നിക്ഷേപക ഗ്രൂപ്പാണ് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങളെ ചതിയിലൂടെ പുറത്താക്കിയതാണെന്നും നടപടിക്രമങ്ങളിൽ സുതാര്യത ഉണ്ടായിരുന്നില്ല എന്നും കൽസുമാനി ഗ്രൂപ്പ് ആരോപിച്ചു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.